ചന്ദ്രനിലെ ഐസ് പാളികൾ കണ്ടെത്താൻ പറക്കും റോബോട്ട് ഒരുക്കിയിരിക്കുകയാണ് ചൈന. 6 കാലുകളുള്ള ഈ റോബോട്ടിന് പറക്കാൻ മാത്രമല്ല ഇഴഞ്ഞു നീങ്ങാനും ചാടാനുമെല്ലാം കഴിയുമെന്നാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ പറയുന്നത്. മനുഷ്യൻ ഉയരത്തിൽ നിന്ന് ചാടും പോലെ കാലുകൾ വളച്ച് താഴ്ചയിലേക്ക് ചാടുന്ന റോബോട്ടിന് എത്ര താഴ്ചയിലേക്ക് വേണമെങ്കിലും ചാടിയെത്താനാവുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. എന്നാൽ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റയടിക്ക് ഡസൻ കണക്കിന് കിലോമീറ്ററുകൾ വരെ ചാടാനാകുമെന്നതാണ് ഈ സ്മാർട്ട് ഫ്ലൈയിങ് റോബോട്ടിൻ്റെ വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ ഏത് അഗാധതയിലേക്കും നിമിഷ നേരം കൊണ്ട് ചെന്നെത്താൻ റോബോട്ടിനാകുമെന്നാണ് പ്രതീക്ഷ. ചാങ്-ഇ-7 എന്നാണ് ഐസ് പാളികൾ കണ്ടെത്താനുള്ള ഈ ദൗത്യത്തിന് പേരിട്ടിരിക്കുന്നത്. ഇത് പ്രാവർത്തികമാക്കാൻ ആവശ്യമായ പ്രാഥമിക നടപടികൾ ചൈന ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും ഈ റോബോട്ടുകളുടെ കന്നി യാത്ര. മനുഷ്യനെ 2030 ചന്ദ്രനിലെത്തിക്കണമെന്ന ചൈനയുടെ ആഗ്രഹ സഫലീകരണത്തിനാവശ്യമായ സാഹചര്യം ഒരുക്കുക എന്നതുകൂടി ലക്ഷ്യം വെച്ചാണ് റോബോട്ട് ചന്ദ്രനിൽ ഐസ് പാളികൾ തിരയുന്നത്. ചന്ദ്രനിലെത്തുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ ജലം അവിടെ നിന്ന് തന്നെ കണ്ടെത്താനാകുമോ എന്നതായിരിക്കും റോബോട്ടിൻ്റെ അന്വേഷണങ്ങളിൽ പ്രധാനം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സ്വന്തം ബേസ് ക്യാമ്പ് സ്ഥാപിക്കാൻ ചൈനയ്ക്ക് പദ്ധതിയുണ്ട്. ഇതിന് സഹായകമാകുന്ന പഠന റിപ്പോർട്ടുകളും ചൈന പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള പഠനത്തിനും ചാങ്-ഇ-7 ഉപകാരപ്പെടുമെന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ. ചന്ദ്രന്റെ ധ്രുവങ്ങളിലെ കോടിക്കണക്കിന് വർഷങ്ങളായി സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത ഏറ്റവും ഇരുണ്ടതും തണുപ്പുള്ളതുമായ ഗർത്തങ്ങളിൽ ഐസ് ഉണ്ടാകുമെന്ന് നേരത്തെ നടന്ന പഠനങ്ങൾ സൂചന നൽകിയിരുന്നു. ചന്ദ്രന്റെ അച്ചുതണ്ടിന്റെ ചെരിവ് കാരണം സൂര്യപ്രകാശം ഒരിക്കലും എത്താത്ത ഗർത്തങ്ങളുടെ നിഴൽമേഖലകൾ ഐസ് പാളികളാൽ സമൃദ്ധമായിരിക്കുമെന്നാണ് അനുമാനം. ഇവിടെ ഐസ് പാളികളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനായാൽ അത് ഭാവിയിലെ ചാന്ദ്ര ദൗത്യം എളുപ്പമുള്ളതാക്കുമെന്നതിൽ സംശയമില്ല. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ജലം കണ്ടെത്താനായാൽ അവിടെ ഒരു നാൾ മനുഷ്യവാസം സാധ്യമാകുമെന്നാണ് ചൈനീസ് ഗവേഷകരുടെ കണക്കുകൂട്ടൽ. ഇത് ചാന്ദ്ര പര്യവേക്ഷണം കൂടുതൽ എളുപ്പമുള്ളതാക്കുകയും പ്രവർത്തന ചെലവ് കുറക്കാൻ സഹായകമാവുകയും ചെയ്യും. റോബോട്ടിന് പുറമെ ഓർബിറ്റർ, ഒരു ലാൻഡർ, ഒരു റോവർ, ഒരു മൊബൈൽ ഹോപ്പർ എന്നിവ അടങ്ങിയതായിരിക്കും ചാങ്-ഇ-7 ദൗത്യമെന്ന് ചൈനീസ് സ്റ്റേറ്റ് മീഡിയ ഔട്ട്ലെറ്റ് സിൻഹുവ റിപ്പോർട്ട് ചെയ്തു. പേടകം ചന്ദ്രനിലെത്തുന്നതോടെ മനുഷ്യനെ പോലെ പേടകത്തിൽ നിന്ന് കാലുകൾ മടക്കി ചാടിയിറങ്ങുന്ന രീതിയിലാണ് ചൈന റോബോട്ടിനെ ഒരുക്കിയിരിക്കുന്നത്. ഇതുവരെ ചന്ദ്രനിലെത്തിയ പരമ്പരാഗത റോവറുകൾ അവയുടെ ലാൻഡറിൽ പ്രദേശത്തിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകളെ സഞ്ചരിക്കാറുള്ളൂവെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പറക്കും റോബോട്ട് ഒറ്റയടിക്ക് ഡസൻ കണക്കിന് കിലോമീറ്ററുകൾ ചാടിക്കിടക്കുന്നത് ചന്ദ്രോപരിതലത്തിലും ഗർത്തങ്ങളിലും പര്യവേക്ഷണം എളുപ്പമാക്കും. 6 കാലുകളും നൂതന നാവിഗേഷൻ കഴിവുകളും ഉപയോഗിച്ച് ജല ഐസ് കണ്ടെത്താൻ സാധ്യതയുള്ള ഇരുണ്ട ഗർത്തങ്ങൾ ഉൾപ്പെടെ ചന്ദ്രന്റെ പരുക്കൻ അസമമായ ഭൂപ്രദേശങ്ങളിലൂടെ റോബോട്ടിന് അതിവേഗം സഞ്ചരിക്കാനാകും. ഇന്ധനത്തിൻ്റെയും സൗരോർജത്തിൻ്റെയും സംയോജനമാണ് റോബോട്ടിന് കരുത്തു പകരുക. ക്യാമറകളും ചാന്ദ്ര പരിസ്ഥിതി വിശകലനം ചെയ്യുന്നതിനുള്ള ശാസ്ത്രീയ ഉപകരണങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. എന്നാൽ ചൈന പര്യവേഷണം നടത്താനൊരുങ്ങുന്ന പ്രദേശങ്ങളിലെ താപനില -250°C വരെ ആണെന്നത് ഈ ഗവേഷണ യാത്രയ്ക്ക് അല്പം മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കുറഞ്ഞ താപനിലയിൽ പ്രവർത്തിക്കാനാവശ്യമായ പരിശീലനം റോബോട്ടിന് നൽകിയിട്ടുണ്ടെങ്കിലും അവിടെ ആ കൊടും തണുപ്പിനെ അതിജീവിച്ച് റോബോട്ടിന് എത്ര നാൾ പ്രവർത്തിക്കാനാവുമെന്ന കാര്യത്തിൽ ചൈനീസ് ശാസ്ത്രജ്ഞർ തന്നെ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. ഈ കഠിനമായ സാഹചര്യം പറക്കും റോബോട്ടിന് അതിലേറെ കഠിനമായ പരീക്ഷണമാകുമോ എന്നത് കണ്ടറിയണം. ചാങ്-ഇ-7 ദൗത്യത്തിൻ്റെ ഡെപ്യൂട്ടി ചീഫ് ഡിസൈനർ ടാങ് യുവയും ഈ ആശങ്ക നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. ഉയരത്തിൽ നിന്ന് ചാടുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെ കാലുകൾ വളക്കുന്നുവോ അതുപോലെ തന്നെ വ്യത്യസ്ത ചെരിവുകളിൽ ആവർത്തിച്ചിറങ്ങാൻ ഈ സ്മാർട്ട് റോബോട്ടിന് കഴിയും. എന്നാൽ അവിടുത്തെ തണുപ്പേറിയ സാഹചര്യങ്ങളിൽ ദീർഘനേരം ജോലി ചെയ്യുന്നത് ഒരു വലിയ വെല്ലുവിളിയായിരിക്കുമെന്ന് ടാങ് യുവ ചൈനീസ് മാധ്യമങ്ങളോട് പറയുന്നു. ചന്ദ്രനിലെത്തുന്ന റോബോട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് അത് ലഭിക്കാത്ത നിഴൽ ഗർത്തങ്ങളിലേക്ക് കുറഞ്ഞത് 3 ചാട്ടങ്ങളെങ്കിലും നടത്തി വിശദമായ വിശകലനങ്ങൾ നടത്തുകയും ഐസിൻ്റെ സ്ഥാനം, അളവ്, വിതരണം എന്നിവ നിർണ്ണയിക്കുകയും ചെയ്യുമെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ. ചൈന കഴിഞ്ഞ വർഷം നടത്തിയ ചാങ്-ഇ-5 ദൗത്യം ശേഖരിച്ച ചന്ദ്രനിലെ മണ്ണ് സാമ്പിളുകളിൽ ജലസാന്നിധ്യമുള്ളതായി ചൈനീസ് ഗവേഷകർ വ്യക്തമാക്കിയിരുന്നു. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലസാന്നിധ്യമുണ്ടെന്ന സൂചന അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയും ഇന്ത്യയുടെ ISROയും ഇതിനകം
സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിലുപരി ചാങ് ഇ 7 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തെക്കുറിച്ചുള്ള ഏറ്റവും വിശകലനമായ പഠന റിപ്പോർട്ടായിരിക്കും നൽകുക. ജലം കണ്ടെത്തുന്നതിന് പുറമെ മനുഷ്യൻ്റെ ദീർഘകാല ചാന്ദ്രവാസത്തിനുള്ള സാങ്കേതിക വിദ്യകളും വ്യവസ്ഥകളും ദൗത്യം പരിശോധിക്കും. അങ്ങനെയെങ്കിൽ ചന്ദ്രനിലെ മറഞ്ഞിരിക്കുന്ന വിഭവങ്ങൾ കണ്ടെത്താനും ചന്ദ്രോപരിതലത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും ദൗത്യത്തിനാകും. ചന്ദ്രനിൽ സ്ഥിരമായ ഒരു ഗവേഷണ കേന്ദ്രം നിർമ്മിക്കുകയും ബഹിരാകാശ പര്യവേക്ഷണത്തിൽ പുതിയ സാധ്യതകൾ തുറക്കുകയും ചെയ്യുക എന്ന ചൈനയുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പായിരിക്കും ചാങ് ഇ 7. ഇതിന് പിന്നാലെ 2028 ചാങ് ഇ 8 ദൗത്യം വിക്ഷേപിക്കാനും ചൈന പദ്ധതിയിടുന്നുണ്ട്. ഇത് ചാങ് ഇ 7നൊപ്പം ഒരു ഓട്ടോമേറ്റഡ് ചാന്ദ്ര പര്യവേക്ഷണ ശൃംഖല സ്ഥാപിക്കുന്നതിനും 2030 മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുന്നതിൽ നിർണായക മുന്നേറ്റം നടത്തുന്നതിനും സഹായകരമായിരിക്കും. നിലവിലെ ചാന്ദ്ര ദൗത്യം ചരിത്രം തന്നെ മാറ്റിയെഴുതുന്നതാകും ചൈനയുടെ റോബോട്ടിക് ദൗത്യമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അത് മനുഷ്യരാശിക്ക് വലിയ മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല.